നമസ്കാരം. നമുക്കിടയിൽ ഒരുപാട് ആൾക്കാരുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഒരു കാലത്തിന് ശേഷം ചിലപ്പോൾ ഒരു 50 വയസ്സ് അല്ലെങ്കിൽ ഒരു 55 വയസ്സ് അല്ലെങ്കിൽ ഒരു 60 വയസ്സിനൊക്കെ ശേഷം ഞാൻ പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ട് എവിടെയും എത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടത് വെറുതെ ആയിപ്പോയി എന്നൊക്കെ തോന്നുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇനിയത്തെ ഒരു തലമുറ അങ്ങനെയുള്ള വേവലാതി പറയാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഫിനാൻഷ്യൽ പ്ലാനിങ് നടത്തുക എന്നുള്ളതാണ്. ഈ ഫിനാൻഷ്യൽ പ്ലാനിങ് എങ്ങനെ ചെയ്യണം, അതിനെന്തൊക്കെയാണ് നമ്മൾ ബേസിക്കായി ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്കൊരു എക്സാമ്പിളിലേക്ക് പോവാം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു 2 ലക്ഷം രൂപ ശമ്പളം ഉണ്ട് എന്ന് കരുതുക. നമ്മുടെ ഇന്നത്തെ നാടിന്റെ ഒരു പ്രത്യേകത അനുസരിച്ചിട്ട് 2 ലക്ഷം രൂപ മാസ ശമ്പളം ഉണ്ടെങ്കിൽ അത് വളരെ വലിയൊരു ശമ്പളം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വളരെ നല്ലൊരു ജോലി എന്ന രീതിയിലാണ് നമ്മൾ അതിനെ കണക്ക് കൂട്ടുന്നുണ്ടാവുക. ഇനി വേറൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ആവറേജ് ശമ്പളം ഒരു 35,000-40,000 രൂപയാണ് ആ വ്യക്തിയുടെ ശമ്പളം എന്നും കരുതുക. ഈ 2 ലക്ഷം രൂപ വരുമാനമുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ലൈഫ് സ്റ്റൈൽ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നു. ആ മനുഷ്യൻ കിട്ടുന്ന കാശുകളെല്ലാം തന്നെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ആ 30,000-35,000 രൂപ വരുമാനമുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി പ്ലാൻ ചെയ്ത് ആ മനുഷ്യൻ വരുന്ന വരുമാനത്തിൽ നിന്നൊരു അത്യാവശ്യം പറ്റാവുന്നതിന്റെ മാക്സിമം എമൗണ്ട് സേവ് ചെയ്ത ശേഷം ബാക്കിയുള്ള എമൗണ്ട് ആണ് സ്പെൻഡ് ചെയ്യുന്നത് എന്ന് കൂട്ടുക. ഒന്ന് ആലോചിച്ച് നോക്കുക, കുറച്ച് കാലത്തിന് ശേഷം ഒരു റിട്ടയർമെന്റ് എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ ജീവിതത്തിലേക്ക് എത്താൻ തുടങ്ങുന്ന സമയത്ത് ഈ 2 ലക്ഷം രൂപ വരുമാനമുള്ള വ്യക്തി ഈ പറയുന്ന 30,000 രൂപ വരുമാനമുള്ള വ്യക്തിയേക്കാൾ ഫിനാൻഷ്യലി ഒരുപാട് താഴെയായിരിക്കും ഉണ്ടാവുക. സോ എന്താണ് ഇവരെ തമ്മിൽ വ്യത്യസ്തമാക്കിയതെന്ന് ചോദിക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഫിനാൻഷ്യൽ പ്ലാനിംഗ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ശരിക്കും നമ്മൾ എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെയ്യേണ്ടത്? എപ്പോഴാണ് ഞാൻ ഐ ആം റിച്ച് അല്ലെങ്കിൽ ഞാൻ വെൽത്തിയാണ് എന്നൊരു മനുഷ്യനെ കൊണ്ട് പറയാൻ പറ്റുക? ഇവിടെ 2 കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മളിവിടെ നഷ്ടപ്പെടുത്തുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന് നമ്മുടെ ആരോഗ്യം അല്ലെങ്കിൽ സമയം എന്ന് പറയാം, 2 നമ്മുടെ എഫേർട്ട് എന്ന് പറയാം. ഈ 2 കാര്യവും നഷ്ടപ്പെടുത്തിയാൽ തിരിച്ചു കിട്ടാത്തത് കൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് നമുക്കിന്ന് സമയമുള്ളപ്പോൾ നമ്മൾ എടുക്കുന്ന എഫേർട്ടിന് കൃത്യമായിട്ടുള്ള റിസൾട്ട് ഭാവിയിലേക്ക് കൂടി കണ്ടുകൊണ്ട് പ്ലാൻ ചെയ്ത് ജീവിക്കുന്നവർക്ക് ആർക്കും ഒരു പ്രായത്തിനപ്പുറത്തേക്ക് യാതൊരു തരത്തിലുള്ള ടെൻഷന്റെയും ആവശ്യമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും. നമുക്കൊന്ന് പരിശോധിക്കാം. പലപ്പോഴും ഗെറ്റിംഗ് റിച്ച് ആൻഡ് സ്റ്റേയിങ് റിച്ച് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ശരിക്കും ഗെറ്റിംഗ് റിച്ച് എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ധനികനാണ് എന്നുള്ളൊരു കാര്യമാണ്. സ്റ്റേയിങ് റിച്ച് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മെയിൻറ്റെയിനിങ് ആസ് റിച്ച് എന്ന് പറയുന്നത് നമ്മൾ നാളെയും അത് കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളതിന്റെ മാറ്റം മാത്രമാണ്. പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും അത് തമ്മിലുള്ള അർത്ഥത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഗെറ്റിംഗ് റിച്ച് ആവാൻ നമുക്കൊരു ലോട്ടറി അടിച്ചാൽ മതി. നമ്മൾ ഇന്ന് അല്ലെങ്കിൽ എന്താ പറയാ, നമുക്കൊരു ലോട്ടറി അടിക്കുന്നു, നമ്മൾ ഇന്ന് നമ്മുടെ കയ്യിൽ കാശുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇന്നൊരു നമ്മുടെ എന്താ പറയാ പൈതൃകമായിട്ടുള്ള ഒരു സ്വത്ത് നമുക്ക് കിട്ടുകയാണ്. ആ കാശ് നമ്മുടെ കയ്യിൽ കിട്ടുന്ന സമയം വി ആർ റിച്ച്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ സ്റ്റേയിങ് റിച്ച് അല്ലെങ്കിൽ മെയിൻറ്റെയിനിങ് ആസ് റിച്ച് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആയ ഒരു കാര്യമാണ്. ഈ പറയുന്ന കാര്യത്തിൽ നമ്മൾ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കൃത്യമായിട്ടുള്ള പ്ലാനിങ്, കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ, ഇതൊക്കെ നമ്മൾ മാനേജ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. സോ ഇവിടെ എല്ലാ മനുഷ്യരും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ ഗെറ്റിംഗ് റിച്ച് എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ പലപ്പോഴും എൻഡ് ഓഫ് ദി ഡേ നമ്മൾ പലപ്പോഴും ഈ പറയുന്ന സ്റ്റേയിങ് റിച്ച് എന്ന് പറയുന്ന പൊസിഷനിലല്ലാത്തത് കൊണ്ട് മാത്രമാണ് നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഭാവിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് ഇതിലേക്ക് തന്നെ വരാം. ഈ പറയുന്ന ഗെറ്റിംഗ് റിച്ച് എന്നതിൽ നിന്ന് മാറിയിട്ട് സ്റ്റേയിങ് റിച്ച് ആവാൻ നമ്മൾ ചെയ്യേണ്ട 1-2 കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഭാവിയിൽ വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനുവേണ്ടി ഇന്ന് പ്ലാൻ ചെയ്യുക എന്നുള്ള കാര്യമാണ് ഏറ്റവും ആദ്യത്തെ കാര്യം. ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം, പലപ്പോഴും നമുക്ക് നമ്മുടെ കയ്യിൽ നിൽക്കാത്ത നമ്മുടെ പ്രതീക്ഷകൾക്കപ്പുറത്ത് വരുന്ന ഒരു പ്രശ്നമാണ് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നം. അതിന് ആദ്യം തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെച്ചാൽ നിങ്ങൾ ഭാവി മുൻകൂട്ടി കണ്ട് പ്ലാൻ ചെയ്തു എന്ന് തന്നെയാണ് അർത്ഥം. ഇനി പലപ്പോഴും പല ആൾക്കാരും കടക്കാരനാകുന്ന രണ്ടാമത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവരുടെ മക്കളുടെ വിവാഹം അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം. ഒന്ന് മനസ്സിലാക്കുക, മക്കൾക്ക് 17 വയസ്സിന് ശേഷമാണ് ഇന്നത്തെ കാലത്ത് നല്ല രീതിയിൽ വിദ്യാഭ്യാസ ചെലവുകൾ കൂടി വരുന്ന ഒരു സമയം. മക്കൾക്ക് ഒരു 10-20 വയസ്സിന് ശേഷമാണ് വിവാഹം എന്ന് പറയുന്ന ഒരു കാര്യം ആ മക്കളുടെ സാമ്പത്തിക അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യത്തിനെ ബാധിക്കുന്ന ഒരു സമയം. അതിനിടയിൽ നമുക്ക് ഇത്രയും കാലം സമയമില്ലേ?
17 വയസ്സാകുന്ന കുട്ടിക്ക് തുടർ വിദ്യാഭ്യാസം വേണമെന്നുള്ളത് 17ാമത്തെ വയസ്സിൽ ആ കുട്ടിയുടെ രക്ഷിതാവ് മനസ്സിലാക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ പ്രശ്നം തുടങ്ങുന്നത്. 22 വയസ്സുള്ള മകളുടെ കല്യാണത്തിന് വേണ്ടി ഒരു രക്ഷിതാവ് ലോൺ എടുക്കുന്നുണ്ടെങ്കിൽ ആ രക്ഷിതാവ് 22 വർഷം നശിപ്പിച്ച ശേഷമാണ് ലോൺ എടുക്കുന്നത്. പറയുമ്പോൾ ചിലപ്പോ കുറ്റപ്പെടുത്തൽ പോലെയോ അല്ലെങ്കിൽ അങ്ങനെ പലതും തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. ശരിക്കും ഇത് തന്നെയാണ്. കാരണം ചെറിയൊരു വരുമാനം എല്ലാ മാസവും മാറ്റിവെക്കാൻ എല്ലാ മനുഷ്യനെ കൊണ്ട് പറ്റുമായിരുന്നു. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും നമുക്ക് എല്ലാ മാസവും 20,000 അല്ലെ 15,000 രൂപ മാറ്റിവെക്കാൻ പറ്റില്ലായിരുന്നു, നമ്മൾക്ക് അതിനുള്ള ആവതില്ലായിരുന്നു. 1000 രൂപ മാറ്റിവെക്കാൻ പറ്റുമായിരുന്നോ? നമ്മുടെ കുടുംബത്തിന്റെ എല്ലാ ചെലവുകളും മാറ്റി അല്ലെങ്കിൽ നമ്മൾ നടത്തിക്കൊണ്ട് പോകുമ്പോൾ ഒരു മാസം വെറും 1000 രൂപ നമുക്ക് മാറ്റിവെക്കാൻ പറ്റുന്ന ഒരു സാമ്പത്തിക സ്ഥിതി കേരളത്തിൽ എല്ലാ ജോലിക്കും ഉണ്ട്. സോ ഒരു മാസം 1000 രൂപ മാറ്റി വെച്ചിരുന്നെങ്കിൽ പോലും നമ്മൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള റിട്ടേൺസ് കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ കൊണ്ടുള്ള ഗുണം ഉണ്ടാവുമായിരുന്നു. സോ മനസ്സിലാക്കേണ്ട കാര്യം, കാലം നഷ്ടപ്പെടുത്താതിരിക്കുക, സമയം നഷ്ടപ്പെടുത്താതിരിക്കുക, നമ്മുടെ ഭാവിയിൽ വരുന്ന ചെലവുകളെ നമ്മൾ മുൻകൂട്ടി കാണാൻ തയ്യാറാവുക. അതറിയാത്ത ഒരു കാര്യമായ ഹെൽത്തിന് വേണ്ടിയിട്ട് ഹെൽത്തിന് കണക്ട് ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് നമ്മൾ കൊണ്ടുപോവുക. അതുപോലെ തന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ഈ കൊണ്ടുവരുന്ന 1000 രൂപ ഒരു മാസം മാറ്റിവെക്കുക, അല്ലെങ്കിൽ അതിൽ 2000 എത്ര വെച്ചാൽ ആ ഒരു എമൗണ്ട് മാറ്റിവെക്കുന്നത് വളരാത്ത പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഉറപ്പിച്ചോളൂ, നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും എത്തിച്ചേരാൻ പറ്റില്ല. പക്ഷേ അതിന് വളർച്ച ഉണ്ടാവുന്ന ലൈക്ക് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് സമയമാകുമ്പോൾ വലിയ രീതിയിലുള്ള റിട്ടേൺസ് ഉണ്ടാവും. കാരണം അവിടെയാണ് കോമ്പൗണ്ടിങ് എഫക്ട് ഓഫ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സംഭവം, അല്ലെങ്കിൽ കോമ്പൗണ്ടിങ് പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്നൊക്കെ പറയുന്ന ഒരു സാധനം, പല തുള്ളി പെരുവെള്ളമാവുന്ന ഒരു പ്രക്രിയ, അവിടെയാണ് നമ്മുടെ ലൈഫിന് മാറ്റം ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പ്ലാൻ ഫോർ ടുമാറോ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അതായത് നാളേക്ക് വേണ്ടി ഇന്ന് പ്ലാൻ ചെയ്യാം. ഇനി അടുത്ത ഒരു കാര്യം, ഫിനാൻസ് കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ് വാഭൂതങ്ങൾ എന്ന് പറയും. അതായത് നമ്മുടെ ജീവിതത്തിനെ പുറകോട്ട് വലിക്കുന്ന, നമ്മൾ കൃത്യമായി മുന്നോട്ട് പ്ലാൻ ചെയ്ത് പോകുമ്പോൾ നമ്മളെ പുറകോട്ട് വലിക്കുന്ന 3 കാര്യങ്ങളുണ്ട്. ആ 3 വാ എന്ന് പറയുന്ന ലെറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ വാഭൂതങ്ങൾ എന്ന് പറയുന്നത്. അത് വീട്, വാഹനം, വിവാഹം എന്ന് പറയുന്ന 3 കാര്യങ്ങളാണ്. ഈ 3 കാര്യങ്ങളും അവനവന്റെ ആവശ്യത്തിനും അവനവന്റെ അത്യാവശ്യത്തിനും അപ്പുറത്തേക്ക് നമ്മൾ കൊണ്ടുവരാൻ പോയാൽ, മറ്റുള്ള വ്യക്തികളെ കാണിക്കാൻ വേണ്ടിയിട്ട് ആർഭാടത്തിലേക്ക് മാറാൻ നമ്മൾ തയ്യാറായാൽ ഉറപ്പിച്ചോളൂ, നമ്മൾ എത്രയൊക്കെ പ്ലാൻ ചെയ്താലും ചിലപ്പോൾ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്നുകൊള്ളണം എന്ന് നിർബന്ധമില്ല. അതായത് നമ്മളൊരു വീടെടുക്കുമ്പോൾ അയൽവക്കക്കാരൻ അല്ലെങ്കിൽ നമ്മളൊരു ബന്ധു എടുത്ത വീടിനോട് കമ്പയർ ചെയ്യാതെ നമുക്ക് ആവശ്യമുള്ള വീടെടുക്കുക. നമ്മളൊരു വണ്ടി വാങ്ങുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഒരു വണ്ടി വാങ്ങുക. നമ്മളൊരു വിവാഹം നടത്തുമ്പോൾ അത് മാന്യമായിട്ടും നല്ല രീതിയിലും നടത്തുക. എന്നാൽ അത്യാഡംബരമായിട്ടുള്ള തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഫിനാൻഷ്യലി നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ നമ്മുടെ ചെലവുകളെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം: അത്യാവശ്യം, ആവശ്യം, ആഡംബരം. ഈ അത്യാവശ്യവും ആവശ്യവും നമ്മൾ ചെയ്യുക. ആഡംബരത്തിന് നമ്മുടെ കയ്യിൽ വരുമാനം ഉണ്ടെങ്കിൽ മാത്രം അതിനെപ്പറ്റി ആലോചിക്കുക. സോ അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇനി ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം, ഇപ്പോൾ ഈ പ്രായത്തിൽ ഞാനിത് മനസ്സിലാക്കിയിട്ട് എന്താണ് കാര്യം? നമുക്ക് പറ്റിയില്ലെങ്കിൽ നമുക്ക് പറ്റിയ അതേ തെറ്റ് നമ്മുടെ മക്കൾക്കോ നമ്മുടെ അടുത്ത തലമുറക്കോ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരോട് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, കൃത്യമായി പ്ലാൻ ചെയ്ത് ജീവിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ ഓഫീസ് നമ്പർ കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ നിലവാരത്തിനനുസരിച്ചുള്ള പ്ലാനിങ് നമ്മൾ ചെയ്തു തരുന്നുണ്ടാവും. സോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. താങ്ക് യു.